സൗദിയും ഇസ്രായേലും തമ്മിൽ വലിയ നല്ല കൂട്ടുകെട്ടാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയിട്ടാണ് ഇപ്പോൾ യമൻ്റെ ഭാഗമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. യമനിലെ STC അഥവാ പ്രോക്സി വിഭാഗമാണ്. അതിനെ നയിക്കുന്നത് UAE ഗവൺമെൻറ്റാണ്. UAE ഗവൺമെൻറ് യമൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ, അതിൽ പ്രധാനമായി എന്ന് സംസാരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ആ യമൻ്റെ ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങളുള്ള എണ്ണപ്പാടങ്ങളുള്ള ഒരു മേഖലയാണ് UAEയുടെ കയ്യിലിപ്പോൾ ഉള്ളത്. ആ ഹലർമൗത്ത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലകളൊക്കെ UAEയുടെ കൈവശം അഥവാ STC എന്ന് പറയുന്ന പ്രോക്സിയെ വെച്ച് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഇത് സൗദി ഗവൺമെൻറ്റിന് അത്ര രസിച്ച കാര്യമല്ല. സൗദിയാകട്ടെ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ യമനെ അടിക്കാൻ, അഥവാ യമൻ എന്ന് പറയുന്ന ഈ ബഹുരാഷ്ട്ര കുത്തകകളൊക്കെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന രാജ്യത്ത് സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രം പറയാൻ പറ്റുന്ന രീതിക്കാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഒരു ഭാഗം ഹൂത്തിയുടെ കയ്യിൽ, ഒരു ഭാഗം ഔദ്യോഗിക ഗവൺമെൻറ് കയ്യിൽ, മറ്റൊരു ഭാഗം STCയുടെ കയ്യിൽ, ഒരു ഭാഗം സൗദിയുടെ കയ്യിലാണ്. പക്ഷേ സൗദിയുടെ കയ്യിലുള്ള ഭാഗത്ത് അത്ര കണ്ട് ധാതു ലവണങ്ങളോ ബന്ധപ്പെട്ട നിക്ഷേപങ്ങളോ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ അരിശം കൊണ്ടിരിക്കുകയാണ് സൗദി ഗവൺമെൻറ്. അതിനിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ചീറ്റ് എന്ന് പറയുന്നത് UAE ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ പോകുന്ന STC എന്ന് പറയുന്ന പ്രോക്സി സൈന്യത്തെ അല്ലെങ്കിൽ മിലീഷ്യയെ അവരിപ്പോൾ അടക്കി വാഴുന്ന ഹലർമൗത്തിൽ നിന്നും മെഹ്റാൻ എന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രദേശത്ത് നിന്നൊക്കെ മാറിപ്പോവുക, അല്ലെങ്കിൽ ഞങ്ങളും ഇസ്രായേലും കൂടി ചേർന്ന് UAEയെ തരിപ്പണമാക്കുമെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്താണെങ്കിലും UAEയും ഇസ്രായേലും തമ്മിൽ, അല്ലെങ്കിൽ ഈ സൗദി അറേബ്യയും ഇസ്രായേലും UAE മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. അത് എത്രത്തോളം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്ന് പറയുമ്പോൾ മുസ്ലിം രാജ്യത്തിൻ്റെ അധപതനത്തിൻ്റെ തുടക്കമായി ഇതിനെ കാണേണ്ടി വരുമോ എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടേണ്ടടുത്താണ് കാര്യങ്ങളുള്ളത്. എണ്ണപ്പാടങ്ങൾ കണ്ടമാനുണ്ടായിട്ടും സൗദി ഗവൺമെൻറ് UAE ആയിട്ട് സഹകരിക്കാതെ എന്തോ ഒരു പ്രശ്നം നേരത്തെ ഉള്ളതിൻ്റെ പകപോക്കൽ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആർട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുന്നത് UAE അടക്കി വാഴുന്ന യമനിലെ പ്രദേശം സൗദിക്ക് വിട്ടുകൊടുക്കണം, STC അവിടെ നിന്ന് മാറി നിൽക്കണം, അല്ല എങ്കിൽ ഞാനും ഇസ്രായേലും, അതാണ് ഈ സൗദി ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഔദ്യോഗികമായിട്ട് അവർ പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെയാണ് ഭീഷണിപ്പെടുന്നത്. STCക്ക് നേരെ തന്നെ ഡയറക്റ്റായിട്ടുള്ള ഒരു വാൺ ചെയ്തിട്ടുണ്ട് സൗദി. അപ്പോൾ STC എന്ന് പറയുന്ന വിഭാഗം അതിശക്തമായിട്ട് അവിടെ തുടരുന്നതുകൊണ്ട് സൗദി മാത്രമല്ല നിങ്ങൾക്കെതിരെ തിരിയുക, ഇസ്രായേലും കൂടി ഉണ്ടാകും എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇപ്പം ഇസ്രായേലും സൗദി ഒരു ഭാഗത്തും, അതേപോലെ UAE, അതേപോലെ STC എന്ന് പറയുന്ന പ്രോക്സി വിഭാഗം മറ്റൊരു ഭാഗത്തുമായിട്ടുള്ള യുദ്ധത്തിന് സാധ്യത തെളിയുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുതുതായി വരുന്നത്. കാത്തിരുന്ന് കാണാം യുദ്ധക്കൊതി എത്രത്തോളം മൂർച്ഛിക്കുമെന്നുള്ളത്.